സ്വർഗം അങ്ങനെയല്ല. സ്വർഗം എങ്ങനെയാണ്? വലക്കും ഫീഹാ മാ തസ്തഹീ അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. നിങ്ങൾ ചോദിക്കുന്നതെല്ലാം അവിടെ ഉണ്ട്. നോട്ട് ദി പോയിന്റ്. നിങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അവിടെയുണ്ട്. മനസ്സിലായില്ലേ? ലാ യമസ്സുഹും ഫീഹാ നസബുൻ. യാതൊരു വിഷമവും അവിടെ ബാധിക്കുകയില്ല. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. ഒരു വേണ്ടാത്ത വർത്താനമില്ല, ഒരു തെറിവിളില്ല, ആക്ഷേപമില്ല, ഒരു ഭീതി പരക്കലില്ല, വേണ്ടാത്തൊന്നുമില്ല. എന്നാ വേണ്ടതല്ലാണ്ട്, ചോദിക്കണതല്ലാണ്ട്, ആഗ്രഹിക്കണതെല്ലാം ഉണ്ട്. അതാണ് സ്വർഗം. അപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലൂടെ കിട്ടുന്ന ചെറിയ ആനന്ദവും സുഖം, അതല്ലേ ദുനിയാവിലുള്ളത്? അല്ലേ? ഒരു പല്ലുവേദന വന്നാൽ മുമ്പിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം വിരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതന്നെ എത്ര കഠിനമാണ് അല്ലേ? അപ്പോൾ ആ ഒരു ബലഹീനതയുള്ള ഈ ലോകത്തെ സുഖങ്ങളെ ലക്ഷ്യം വെക്കണം എന്ന് പറയുന്നത് വിവരക്കേടാണ്. അറ്റമില്ലാത്ത സുഖം, അതാണ് സ്വർഗം. അത് നമുക്ക് കിട്ടണം, അത് നമ്മൾ ലക്ഷ്യം വെക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. അത് ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട എന്താ? ആ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള ഒരു പഠനം നടക്കണം. അല്ലേ? ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, നമ്മളൊക്കെ പരമ്പരാഗതമായി ഇസ്ലാം സ്വീകരിക്കുന്ന ആൾക്കാർ, പുതിയതായി മാറിയ ആൾക്കാരാണ്, ഒരു പഠിച്ച് വളർന്ന് ഇതായ ആൾക്കാരാണ്. എന്നാൽ പരമ്പരാഗതമായി വന്ന ആൾക്കാർ എന്താ വിചാരിക്കുക? നമ്മളെ പള്ളി, നമ്മുടെ ഉസ്താദ്, നമ്മുടെ തറവാട്, നമ്മുടെ മഹല്ല്, അല്ലെ, നമ്മളതായി അറിയപ്പെടുന്ന കുറെ പുസ്തകങ്ങൾ, അതൊക്കെ തന്നെ. കൃത്യമായി അറിവില്ലാതെ, ധാരണയില്ലാതെ മുന്നോട്ട് പോണ കുറെ ആൾക്കാർ. ലോകത്തെക്കുറിച്ച് നല്ല വിവരം ഉണ്ടാവും. AI അതിൻ്റെ എല്ലാ സാധ്യതകളും സാധുതകളും പഠിച്ച് മനസ്സിലാക്കി ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് അറിവില്ലാത്ത അവസ്ഥ. സ്വർഗം ലക്ഷ്യം വെക്കുന്ന ആൾക്കാർ ആ വഴിയെക്കുറിച്ച് പഠിക്കണം. സ്വർഗത്തേക്കുള്ള വഴി എവിടെയുള്ളത്? ഖുർആനിലും സുന്നത്തിലാണ്. ഖുർആനിലും സുന്നത്തിലാണ്. ഭൂരിഭാഗം ആളുകളും ഖുർആനും സുന്നത്തും നോക്കിയിട്ടല്ല അവരുടെ വിശ്വാസം ശരിപ്പെടുത്തിയത്, അവരുടെ കർമ്മങ്ങൾ ശരിപ്പെടുത്തിയത്, അവരവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് നടക്കുന്നത്. അവർ പ്രമാണം പഠിച്ചിട്ടല്ല, മറിച്ച് പാരമ്പര്യം ഫോളോ ചെയ്യാണ്. പാരമ്പര്യം ഫോളോ ചെയ്യാണ്. മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞില്ലേ, ഖാലൂ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങൾ ഞങ്ങളുടെ കാരണവന്മാരെയാണ് പിൻപറ്റുന്നത്. അതഅനാ സാദതനാ വകുബറാഅനാ ഫഅദല്ലൂന സബീല. പരലോകത്ത് വെച്ച് ചില ആൾക്കാർ പറയും, പഠിച്ചോനെ, ഞങ്ങൾ ഞങ്ങളുടെ പണ്ഡിതന്മാരെയും ഞങ്ങളുടെ സംഘടനാ നേതാക്കന്മാരെയൊക്കെ അനുസരിച്ചു പോയത് കൊണ്ടാണ് ഞങ്ങൾ ഈ നരകത്തിലെത്തിയത്. അവർ ഞങ്ങളെ സന്മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞു പഠിച്ചോനെ. അങ്ങനെ ആരും പറയാൻ നിൽക്കണ്ട എന്നുള്ളതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു പച്ചക്കത് എടുത്തു പറഞ്ഞത്. ആരും നേതാക്കന്മാരെ അന്ധമായി അനുകരിക്കേണ്ട, പണ്ഡിതന്മാരെ അന്ധമായി അനുകരിക്കേണ്ട, കാരണവന്മാരെ അനുകരിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ നബിന്റെ പ്രപിതാക്കൾ ആരാ? ബാപ്പ എവിടെയാ? വല്ലിപ്പ എവിടെയാ? വല്ലിപ്പന്റെ മുകളിലുള്ള പിതാക്കന്മാർ എവിടെയാ? പഠിക്കണ്ടേ? സഹാബത്തിന്റെ പിതാക്കന്മാർ എവിടെയാ? പാരമ്പര്യമാണെങ്കിൽ ഇബ്രാഹിം നബിയുടെ പിതാവ് എവിടെയാ? യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. പൊന്നുപ്പ, എന്തിനാണ് കേൾക്കാത്ത, കാണാത്ത, ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയാത്ത വിഗ്രഹങ്ങളെ നിങ്ങൾ പൂജിക്കുന്നത്? ലാ തഅബുദി ശൈത്വാൻ, നിങ്ങൾ പിശാചിനെ ആരാധിച്ചു കൂടാ. പാപ്പാനോട് ആര്? ഇബ്രാഹിം. പാപ്പാരാ? വിഗ്രഹപൂജകനായ, വിഗ്രഹ നിർമ്മാതാവായ ആസർ. ഞാൻ എൻ്റെ ബാപ്പന്റെ മാതൃകയിലാണ്, വല്ലിപ്പയുടെ മാതൃകയിലാണ്,
അവരാണ് ഞങ്ങൾ മുൻകടന്നു പോയത്, അവര് നരകത്തിലാണ്, ഞങ്ങളും നരകത്തിലായിക്കോട്ടെ പ്രസ്താവിക്കുന്ന ആൾക്കാരില്ലേ? അവർ ഖുർആൻ പഠിക്കണം. ഖുർആൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഖുർആൻ പറയുന്നത് ഫത്തബിഊ, നിങ്ങൾ ഖുർആൻ പിൻപറ്റണം. വലാ തത്തബിഉ സുബുൽ, അതല്ലാത്ത വഴികൾ നിങ്ങൾ ഫോളോ ചെയ്തുകൂടാ. ഫതഫറഖ ബികും അൻ സബീലി, മറ്റു മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ഫിർഖത്തുണ്ടാകും, ഭിന്നിപ്പുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ ഭിന്നിപ്പൊക്കെ നിങ്ങൾ ചിന്തിച്ചണ? ഖുർആനും സുന്നത്തും ഫോളോ ചെയ്യുന്ന മുസ്ലിങ്ങൾക്കിടയിൽ എന്തുകൊണ്ട് വിവിധ ഘടകങ്ങളുണ്ടായി, സംഘടനകളുണ്ടായി, പാർട്ടികളുണ്ടായി, പള്ളികളുണ്ടായി? ഈ ഖുർആനും സുന്നത്തും ഫോളോ ചെയ്യുന്നതിന് പകരം അവിടെ പാരമ്പര്യമെടുത്തു. അവരും ഇവരും, ഇന്ന ഹോജ, ഇന്ന ഔലിയ, ഇന്ന തങ്ങൾ, ഇന്ന ബീവി, ഇന്ന മഹാൻ, പേരും ഊരുമില്ലാത്ത കുറെ ആളുകളുടെ പേരും പറഞ്ഞ് അടിച്ചിറക്കിയ കള്ളക്കഥകളിലേക്ക് ആളുകൾ പോയി. മഗ്‌രിബിന് ശേഷം ഖുർആൻ ഓതുന്നതിന് പകരം മൗലിദ് കിതാബ് വായിക്കാൻ തുടങ്ങി. നബിക്ക് പരിചയമുണ്ടോ? സ്വഹാബത്ത് ഓതിയിട്ടുണ്ടോ? താബികൾ ഓതിയിട്ടുണ്ടോ? താബികൾ ഓതിയിട്ടുണ്ടോ? ഈ വ്യാഴാഴ്ച അല്ലെ വെള്ളിയാഴ്ച രാവിൽ പള്ളികളിൽ നടക്കുന്ന ഖുതുബിയ്യത്ത് സ്വഹാബത്തിന് പരിചയമുണ്ടോ? മദീന പള്ളിയിൽ നടന്നിട്ടുണ്ടോ? ഹദീസിലുണ്ടോ? ഖുർആനിലുണ്ടോ? സ്വർഗം വേണം എല്ലാവർക്കും അല്ലേ? എല്ലാവർക്കും സ്വർഗം വേണം. സ്വർഗത്തേക്ക് എങ്ങനെ എത്തുക? സ്വർഗത്തിലേക്കുള്ള വഴി ഖുർആന്റെ വഴിയാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു നിങ്ങളെ സമാധാനത്തിന്റെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു. ഈ ഖുർആൻ നിങ്ങളെ സ്വർഗത്തിലെത്തിക്കും. പ്രവാചകന്റെ ചര്യ നിങ്ങളെ സ്വർഗത്തിലെത്തിക്കും. തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി. ദാ ഞാൻ മരിച്ചു പോവാ, രണ്ട് കാര്യം ഞാൻ വിട്ടേച്ച് പോണു. ആ രണ്ട് കാര്യം നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾ പിഴച്ചു പോകൂല, നിങ്ങൾ നേരെ സ്വർഗത്തേക്ക് പോവും. ഏതാണ് ആ കാര്യം? ഖുർആനും സുന്നത്തുമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ശബ്ദം അടുത്ത് നിന്നും അകലെ നിന്നും കേൾക്കുന്നവരെ, നാളെ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കാണുന്നവരെ ഞാൻ ചോദിക്കുകയാണ്, സ്വർഗത്തിലേക്കുള്ള വഴിയാകുന്ന ഖുർആനും ഹദീസും നമ്മൾ പഠിച്ചിട്ടുണ്ടോ? പഠിക്കുന്നുണ്ടോ? ഉമ്മയും ഉപ്പയും മക്കളും പഠിക്കുന്നുണ്ടോ? ജോലി പഠിക്കുന്നുണ്ട് അല്ലെ, സ്കൂള് പഠിക്കുന്നുണ്ട്, എല്ലാം പഠിക്കുന്നുണ്ട്. ദീന് പഠിക്കുന്നുണ്ടോ? നമ്മുടെ ക്രയവിക്രയങ്ങളിൽ, ജീവിത ഇടപാടുകളിൽ, ഓരോ കാര്യത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറണം, എങ്ങനെ ഇടപെടണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നമുക്കറിയോ? അറിയുമോ? അതുകൊണ്ട് ലക്ഷ്യം സ്വർഗമായാൽ മാത്രം പോരാ, ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം ഖുർആനിന്റെയും സുന്നത്തിന്റെയും തെളിഞ്ഞ മാർഗമാണ്. ആ മാർഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പൊ എങ്ങനെ പഠിക്കാം? എങ്ങനെ ഉമ്മമാരെ പഠിക്കുക? എങ്ങനെയാ സഹോദരന്മാരെ പഠിക്കുക? എങ്ങനെ പഠിക്കുക? ആരെങ്കിലും വിളിക്കട്ടെ അല്ലേ? കാത്തിരിക്ക, എന്തെങ്കിലുമൊക്കെ ഒരു അവസരം വരട്ടെ, അന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ അടിച്ചു പോവും. പഠിക്കാൻ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. അമാനി മൗലവിയുടെ തഫ്സീറുണ്ട്, മിനിമം 6000 ചില്ലാനം ആയത്തുകളുടെ വ്യാഖ്യാനം പഠിക്കാം അല്ലേ? വായിച്ചു പഠിക്കാം. പീസ് റേഡിയോയിലൂടെ കേട്ട് പഠിക്കാം. യൂട്യൂബിലൂടെ ശരിയായ നിലക്ക് വിശദീകരിക്കുന്ന പണ്ഡിതന്മാരുടെ നിരവധി ക്ലാസ്സുകളുണ്ട്, പഠിക്കാം. ഖുർആൻ പഠിക്കാം, ഹദീസ് പഠിക്കാം, പുസ്തകങ്ങളുണ്ട്, പ്രസംഗങ്ങളുണ്ട്. നിരവധി ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ശരിയായ സോഴ്സിലൂടെ പഠിപ്പിക്കുന്ന നിരവധി കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളിൽ ചേർന്ന് പഠിക്കാം. കുട്ടിയെ കൊണ്ട് സ്കൂളിൽ ചേർത്തില്ലേ, ഇതേപോലെ പീസ് റേഡിയോയിലെ കോഴ്സ് ചേരുക. നാട്ടില് ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്, ആ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുക. എന്നിട്ട് നമ്മൾ നിത്യ ഓതുന്ന ഫാത്തിഹന്റെ അർത്ഥം അതുപോലും അറിയില്ലല്ലോ ആൾക്കാർക്ക് അല്ലേ? അതുപോലും അറിയില്ല. ആ ഫാത്തിഹ തന്നെ മതി ഒരു മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കാൻ. കാരണം അതിനകത്ത് തൗഹീദുണ്ട്, അതിനകത്ത് സുന്നത്തുണ്ട്,
അതിനകത്ത് ഇസ്ലാം സമ്പൂർണമായിട്ടുണ്ട്. അതുകൊണ്ട് ആ ഫാത്തിഹനെ കുറിച്ച് പറഞ്ഞത് ഉമ്മുൽ കിതാബ്. ഖുർആനിലെ 6000 ചില്ലാനം ആയത്തുകളെയും ഉൾക്കൊള്ളുന്ന അതിൻ്റെ ഒരു മജ്ജയാണ് ഫാത്തിഹ. 17 തവണ ഓതുന്ന ഫാത്തിഹന്റെ അർത്ഥം, ആശയം, വിശദീകരണം അതുപോലും അറിയില്ല. ചെറിയ സൂറത്തുകളുടെ ആശയങ്ങൾ അറിയില്ല അല്ലെ? നിത്യജീവിതത്തിലെ ഇസ്ലാമിക മര്യാദകൾ അറിയില്ല. ജഹിലാണ്. ലോകാവസാനം ഉമ്മത്ത് മുഹമ്മദിനെ ബാധിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം അത് ജഹിലാണ്, വിവരമില്ലായ്മയാണ്. വിവരമില്ലായ്മ ഒരു മനുഷ്യനെ ശിർക്ക് എത്തിക്കും, കുഫ്ർക്ക് എത്തിക്കും, വൻ പാപങ്ങളിലേക്ക് എത്തിക്കും, ചെറിയ പാപങ്ങളിലേക്ക് എത്തിക്കും, ആളെ ഇസ്ലാമെന്ന് മുർത്തദാക്കി കളയും വിവരമില്ലായ്മ. അതുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള വഴി നമ്മൾ പഠിക്കാം. ആ വഴി എവിടെയുള്ളത്? ഖുർആനിലും സുന്നത്തിലുമാണുള്ളത്. ഖുർആനിലും സുന്നത്തിലുമാണുള്ളത്. അത് നേർക്കുനേരെ പഠിക്കണം. ഒരാൾക്കത് മാറ്റം വരുത്താൻ പറ്റൂല, ദുർവ്യാഖ്യാനിക്കാൻ പറ്റൂല. സ്വന്തം ആശയങ്ങൾക്ക് വേണ്ടി, ആദർശങ്ങൾക്ക് വേണ്ടി അതിനെ കോട്ടിമാട്ടാതെ നേർക്കുനേരെ. കാരണം നമ്മൾ ഇന്നല്ലേ നാളെ മരിക്കും. നമുക്ക് മാത്രം ജീവിച്ചാ പോരാ, ലോകാവസാനിക്കും വരെ ഈ ഖുർആൻ ഇവിടെ നിലനിൽക്കണം വേണ്ടേ? അതുകൊണ്ട് അത് ദുർവ്യാഖ്യാനമില്ലാതെ നേർക്കുനേരെ പഠിക്കണം. എങ്ങനെയാ? ഖുർആന്റെ ആയത്തുകൊണ്ട് വ്യാഖ്യാനിക്കാം. എനിക്ക് തോന്നുന്നത് എന്നല്ല, ഖുർആന്റെ ആയത്തുകൊണ്ട് വ്യാഖ്യാനിക്കാം. ഖുർആനിനെ പ്രവാചകന്റെ ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്കുക. വബ്തഗൂ ഇലൈഹിൽ വസീല, അല്ലാഹുവിലേക്ക് നിങ്ങൾ വസീല തേടണം. ആയത്താണ്. ആര് ഓതി? നബി ഓതി. ആര് കേട്ടു? സഹാബത്ത് കേട്ടു. എന്നിട്ടവർ എന്ത് ചെയ്തു? പടച്ചോനെ, ബദരീങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ സ്വർഗം തരണേ എന്ന് പറഞ്ഞിട്ട് മഹാന്മാരെ തവസ്സുലാക്കിയോ? ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആ ആയത്തിൽ നിന്ന് അത് കിട്ടൂല. ആ ആയത്തിൽ നിന്ന് കിട്ടൂല. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട്, കാരുണ്യം കൊണ്ട് താങ്കൾക്ക് ഖുർആൻ വന്നിട്ടുണ്ട്. ഫബിദാലിക ഫല്യഫ്റഹൂ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ? ഉണ്ട് മൗലവി, ഉണ്ട്. എവിടെ? ഇദാ ഫബിദാലിക ഫല്യഫ്റഹൂ, നിങ്ങൾ അതുകൊണ്ട് സന്തോഷിച്ചു കൊള്ളുക എന്ന് ഖുർആനിലുണ്ട്. ആണോ? എന്നാൽ ആ ഖുർആന്റെ ആയത്ത് ആദ്യം ഓതിയത് ആരാ? നബിയാണ്. നബി ഒരു കാരക്ക ചീന്തെങ്കിലും കൊടുത്തോ? ഇന്നെന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ല. അപ്പൊ പറയത് മോശല്ലേ, എന്റെ ബർത്ത്ഡേക്ക് ഞാൻ കൊടുക്കുന്ന മോശല്ലേ? ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ അവരല്ലേ സ്വീറ്റ് കൊടുക്കുന്നത് ഇന്നെന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട്? അതിലെന്ത് മോശമാണുള്ളത്? അള്ളാഹുവിന്റെ പ്രവാചകൻ എന്റെ പേരിൽ നിങ്ങൾ സലാത്ത് ചൊല്ലിയില്ലെങ്കിൽ പിശുക്കനാണെന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പറഞ്ഞ നബിക്ക് എന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് കാരൊക്കെ കൊടുത്തൂടെ? കൊടുക്കാം. മക്കളുണ്ടായാൽ അക്കൈക്ക അറുത്ത് വിതരണം ചെയ്യുകയോ തിന്നുകയോ ഒക്കെ ചെയ്യാൻ പറഞ്ഞില്ല ഇസ്ലാം. അങ്ങനെ പറഞ്ഞ ഇസ്ലാമിൽ എന്ത് തടസ്സമുള്ളത്? ഇന്നെന്റെ ബർത്ത്ഡേ ആണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഈത്തപ്പഴം കൊടുത്തോ? കൊടുത്തില്ല. സഹാബത്ത് റബീഉൽ അവ്വൽ വന്നപ്പോ മദീന പള്ളി അലങ്കരിച്ചിട്ട് പായസം ഉണ്ടാക്കിയിട്ട് മധുരം വിതരണം ചെയ്തിട്ട് ദഫ്മുട്ടി പാട്ടുപാടിയിട്ട് ജാഥ നടത്തിയിട്ട് അല്ലെ, ആടിനെ അറുത്ത് ഒട്ടകത്തെ അറുത്ത് സദ്യ ഉണ്ടാക്കിയിട്ട് അവരാഘോഷമാക്കിയോ? ഇല്ല. എന്നാൽ ഫബിദാലിക ഫല്യഫ്റഹൂ, ഇതുകൊണ്ട് സന്തോഷിച്ചു കൊള്ളുക എന്ന ആയത്തിന്റെ അർത്ഥം അപ്പോൾ അതല്ല. അതിൽ ജന്മദിനാഘോഷമില്ല. അത് പണ്ഡിതന്മാർ ദുർവ്യാഖ്യാനിച്ചതാണ്, പണ്ഡിതന്മാർ ഗവേഷണം ചെയ്തതാണ്. അവർക്ക് ആവശ്യമുള്ള ആശയങ്ങൾ ഖുർആനിന്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഖുർആനും സുന്നത്തും സ്വർഗത്തിക്കാണെന്ന് പറയുമ്പോ എല്ലാവരും ഖുർആനും സുന്നത്തല്ലേ പറയണത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകും. അതെ, എല്ലാവരും ഖുർആനും സുന്നത്താണ് പറയണത്. ഖുർആനും സുന്നത്ത് എങ്ങനെയാ പറയേണ്ടത്? നബി എങ്ങനെയാണോ വ്യാഖ്യാനിച്ചത് അങ്ങനെ വ്യാഖ്യാനിക്കണം. അങ്ങനെയല്ല അധിക പേരും വ്യാഖ്യാനിക്കണേ. അതുപോലെ തന്നെ ഖുർആൻ ആദ്യമായി കേട്ടത് സഹാബത്താണ്. ആ സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി എന്ന് നോക്കണം.
താബിഈകൾ എങ്ങനെ മനസ്സിലാക്കി എന്ന് നോക്കണം. മനസ്സിലാണ്ടോ? അങ്ങനെ ശരിയായ നിലക്ക് ഖുർആനെയും ഹദീസിനെയും പഠിക്കണം. എന്നിട്ട് നമ്മളൊക്കെ ചെയ്യണം ഓരോ കാര്യത്തിനും തെളിവുണ്ടോ നോക്കണം. തെളിവുണ്ടോ നോക്കണം. ഇമാം നവവി റഹിമഹുല്ല, അദ്ദേഹം ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ ഫിഖ്ഹ് ഗ്രന്ഥത്തെ അവലംബിച്ചുകൊണ്ട് വുളൂഇന്റെ രൂപം കിതാബ് ത്വഹാറ രചിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, വഖദ് ഹദഫ്തു ദുആ അൽ-അദാഇ ഇദ് ലാ അസ്ല ലഹു. ഇമാം ഷാഫിഈ വുളൂ എടുക്കുമ്പോൾ, ഓരോ അവയവങ്ങൾ കഴുകുമ്പോൾ എടുത്തുകൊടുത്ത പ്രാർത്ഥന ഞാൻ എൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് കട്ട് ചെയ്തിരിക്കുന്നു. കാരണം ഞാൻ അതിൻ്റെ തെളിവ് നോക്കിയിട്ട് എനിക്ക് കണ്ടിട്ടില്ല, തെളിവ് നോക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഖുർആനും സുന്നത്തും നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് തെളിവുണ്ട് എന്ന് ഉറപ്പിച്ചുകൊണ്ട് പോണം. അപ്പോഴത് സ്വർഗത്തേക്ക് എത്തുള്ളൂ. ഓരോരുത്തർക്കും തോന്നണ നല്ലതല്ലേ എന്ന് ഓരോരുത്തർക്കും തോന്നിയാൽ 2025 ഒരു കാര്യം നല്ലതല്ലേ എന്ന് തോന്നും. 2050 അന്നത്തെ അവസ്ഥക്കനുസരിച്ച് ഓൽക്ക് നല്ലതല്ലേ തോന്നും, അല്ലേ? അങ്ങനെ മുന്നോട്ട് ലോകം പോകും തോറും ഓരോരുത്തർക്കും നല്ലതല്ലേ എന്ന് തോന്നണമൊക്കെ ദീനിന്റെ പേരിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദീനെന്താവും? അതുകൊണ്ട് തന്നെ ഖുർആനും സുന്നത്തും നബിയും സഹാബത്തും എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കി പഠിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഉമ്മത്ത് മുഹമ്മദ് 73 കക്ഷികളാവും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാ. ഇല്ലാ വാഹിദ, ഒരു വിഭാഗം ഒഴികെ. ആരാ ഒരു വിഭാഗം? മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും എങ്ങനെയാണോ ഈ ദീനിനെ നോക്കിക്കണ്ട് മനസ്സിലാക്കിയത് അങ്ങനെ നോക്കിക്കണ്ട് മനസ്സിലാക്കി വിശ്വസിച്ച് ആചരിച്ചു പോകുന്നവർ അവർ മാത്രമേ സ്വർഗത്ത് പോകുള്ളൂ. അപ്പോൾ ഖുർആനും സുന്നത്തും നബിയും സഹാബത്തും മനസ്സിലാക്കിയതുപോലെ പഠിച്ച് മനസ്സിലാക്കി സ്വർഗത്തിന്റെ വഴിയിലാണ് നമ്മൾ ഉള്ളതെന്ന് ഉറപ്പിക്കണം. അതാ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ എന്താ അറിയോ? നമ്മുടെ വിശ്വാസം ശരിയാക്കുക എന്നുള്ളത്. വിശ്വാസം ശരിയാക്കുക, അതാ സുഹൃത്തുക്കൾ അടിത്തറ. ഈ വീടിന് എത്രയും പൊക്കാം, പക്ഷെ അതിന്റെ അടിത്തറ എത്ര സെറ്റപ്പ് ഉണ്ട് അതിനനുസരിച്ചേ പൊക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഇസ്ലാമിന്റെ അടിത്തറ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ലാ ഇലാഹ, ദൈവമില്ല. അത് മാത്രം അംഗീകരിച്ചാൽ നിഷേധിയായി പോകും, അല്ലേ? ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ എന്ന് മാത്രം വിശ്വസിച്ചാലോ അള്ളയും ദൈവാണ്, ബാക്കിയുള്ളൊക്കെ ദൈവാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. ഒന്ന് നിഷേധമാണ്, മറ്റൊന്ന് സർവമത സത്യവാദമാണ്. ഇസ്ലാം എന്താ പഠിപ്പിക്കണേ? ലാ ഇലാഹ, ഒരു ദൈവവുമില്ല, ഇല്ലല്ലാ, പടച്ച റബ്ബല്ലാതെ എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബ് മാത്രമാണ് ആരാധനക്കർഹൻ. ആരാധനയായിട്ട് എന്തെല്ലാം ഉണ്ടത് പടച്ചോന് മാത്രമേ പോകാവൂ. അല്ല കാണുന്നത് പോലെ കാണാൻ, അല്ല കേൾക്കുന്നത് പോലെ കേൾക്കാൻ, അല്ല അറിയുന്നത് പോലെ അറിയാൻ, അല്ല സഹായിക്കുന്ന പോലെ സഹായിക്കാൻ ഒരാൾക്കും തന്നെ പറ്റൂല. അപ്പൊ ചില ആൾക്കാർ പറയും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ പറ്റുന്ന്. അല്ല കേൾക്കുന്നത് പോലെ കേൾക്കൂല, എന്നാൽ അല്ല കേൾക്കുന്നതെല്ലാം കേൾക്കും. മഹാന്മാരെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, പോലെ കേൾക്കൂല, എന്നാൽ അല്ല കേൾക്കുന്നത് പോലെ കേൾക്കൂലെങ്കിലും അല്ല കേൾക്കുന്നതെല്ലാം കേൾക്കും. മുഹീദ്ദീൻ ശൈഖ്, അല്ല കാണുന്ന പോലെ കാണില്ലെങ്കിലും അല്ല കാണുന്നതെല്ലാം കാണും. മനസ്സിലായില്ലേ? അള്ളാന്റെ കഴിവ് പോലെ കഴിവില്ലെങ്കിലും അള്ളാഹ്ക്ക് കഴിയുന്നതെല്ലാം കഴിയും. ഇതാണ് മഹാന്മാരെ കുറിച്ച് വ്യാഖ്യാനിക്കുന്നത്. കാരണം പോലെ എന്ന് ഖുറാനിൽ പറഞ്ഞു, ലൈസക മിസ്ലിഹി ചെയ്യുന്നു, അവനെ പോലെ ഒന്നുമില്ല എന്ന് ഖുറാൻ പറഞ്ഞു. അപ്പൊ പോലെ എന്നുള്ള ഒഴിവാക്കി കഴിഞ്ഞാൽ പടച്ചോൻ തന്നെയല്ലേ? അതല്ലേ പച്ച മലയാളത്തിൽ പാട്ടിറങ്ങിയത്. CM മാരാ പടച്ചോൻ അയച്ചാ പടച്ചോൻ തന്നെയാണ് പറഞ്ഞോന്നല്ലേ പാട്ടിലുള്ളത്, അല്ലേ സഹോദരന്മാരെ? അല്ലാണ്ട് റസൂലേ നിങ്ങളുടെ കാൽക്കൽ വീണ് ഞാൻ തൗബ ചെയ്യുമ്പോൾ തട്ടിമാറ്റല്ലേന്ന് നബിനോട്. എവിടെ പോയി വിശ്വാസികളുടെ വിശ്വാസം? അല്ലേ, ഒരു ജന്തുവിലാണ് വിശ്വാസം, ഒരു മൃഗത്തിലാണ് വിശ്വാസം. പൂച്ച ഒന്ന് വിലങ്ങ് പാഞ്ഞാല് വണ്ടി തിരിച്ചിട്ട് വീട്ടിൽ തന്നെ പാർക്ക് ചെയ്തിരിഞ്ഞ് നാളെ പോവാൻ, അല്ലേ? എവിടെ വിശ്വാസിയുടെ ഈമാൻ? അന്ധവിശ്വാസങ്ങൾ മൂടിയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അധിക പേരും ശിർക്ക് വെച്ചുകൊണ്ടാണ് അള്ളാഹിൽ വിശ്വസിക്കുന്നത്. ഇപ്പൊ വിശ്വാസം റെഡിയാവണം, ഒരു അന്ധവിശ്വാസവും ഇല്ലാതെ,
അന്ധവിശ്വാസത്തിന് ഒരു ലാഞ്ചനയുമില്ലാതെ കളങ്കമില്ലാത്ത തൗഹീദ്, അതല്ലേ ഫാത്തിഹയിലുള്ളത്. അതല്ലേ സഹോദരന്മാരെ ഫാത്തിഹ. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ. അല്ലാത്ത ഒരാളോടും ആരാധനയില്ല, പ്രാർത്ഥനയില്ല, സഹായ തേട്ടമില്ല. നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ ആ മനസ്സിൽ പടച്ചോൻ മാത്രമായിരിക്കണം. കൊച്ചുനാൾ മുതൽക്കേ നമ്മുടെ മക്കൾക്കും അതാ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണ്ടേ. പൊന്നുമോനെ, നീ അള്ളാനെ സൂക്ഷിച്ചോ, അല്ല നിന്നെ സംരക്ഷിക്കും മോനെ. നീ അള്ളാനെ സൂക്ഷിച്ചോ, നിന്റെ എല്ലാ രംഗത്തും അല്ല നിനക്ക് കാവലുണ്ടാകും മോനെ. നീ അറിയണം, ലോകർ മുഴുവൻ നിനക്കൊരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചു, അല്ല അത് നിനക്ക് വിധിച്ചില്ലെങ്കിൽ ലഭിക്കില്ല മോനെ. ലോകം മുഴുവൻ നിനക്ക് ഉപദ്രവം വരുത്താൻ തീരുമാനിച്ചു, അള്ളാഹു നിന്നെ അത് ബാധിപ്പിക്കാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല മോനെ. അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം അത് ഞമ്മക്ക് ഉറക്കണം. അത് ഉറച്ചാലേ പ്രതിസന്ധിയിൽ നമുക്ക് പിടുത്തം കിട്ടും. മനസ്സിലാണ്ടോ? ഉഹദ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരാണ്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഊ ലക്കും ഫഖ്ശൗഹും. നിങ്ങളെ ശത്രുക്കൾ വിട്ടിട്ടില്ല, ഇനിയും അവർ വരുന്നുണ്ട് നിങ്ങൾ ആക്രമിക്കാൻ. അപ്പൊ എന്താ വിശ്വാസികൾ പറഞ്ഞത്? ഫസാദഹും ഈമാനാ, അവർക്ക് ഈമാൻ കൂടി. ഖാലൂ ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. ഞങ്ങൾക്ക് അല്ലാഹു മതി, ഞങ്ങൾക്ക് അല്ലാഹു മതി. 8ഉം 10ഉം 70ഉം കുത്തുകളുമായി രണഭൂമിയിൽ നിന്ന് തിരിച്ചു വരുന്നവരാ. ശത്രുക്കൾ ഇനിയും വരുന്നുണ്ട് എന്ന് കേട്ടപ്പോ ഞങ്ങൾക്ക് അല്ലാഹു മതി. അതാ ഈമാന്റെ പ്രത്യേകത. ഈ ഈമാൻ ഉണ്ടെങ്കിൽ എന്താ, നിങ്ങൾ പട്ടിണിയിലും സന്തോഷിക്കാം, ഉപദ്രവം ഏറ്റുവാങ്ങുമ്പോഴും സന്തോഷിക്കാം. ബിലാലിനോട് ചോദിച്ചു, ബിലാൽ കൈഫ സബർത യാ ബിലാൽ, ബിലാലെ നിങ്ങൾ എങ്ങനെയാ ക്ഷമിച്ചത്? അതെന്താ പറഞ്ഞറിയോ? മസസ്തു ഹലാവത്തൽ ഈമാനി ബിമറാറത്തിൽ അദാബ്. ശിക്ഷയുടെ കയ്പ് നീരിലേക്ക് ഞാൻ ഈമാനിന്റെ മധുരങ്ങനെ ഒഴിച്ചെടുത്ത്. അപ്പൊ എൻ്റെ ഈമാനിന്റെ മാധുര്യം കൊണ്ട് എൻ്റെ ശിക്ഷയുടെ കയ്പ് ഇല്ലാതായി. തെരുവിലൂടെ വലിച്ചുകൊണ്ടുപോയില്ലേ, ജബൽ അബി ഖുബൈസിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ഉരുട്ടി വിട്ടില്ലേ, അതൊക്കെ എങ്ങനെ സഹിച്ചു? ഈമാൻ കൊണ്ട് സഹിച്ചു. രോഗം വന്നാൽ സഹിക്കാൻ പറ്റും, പട്ടിണി വന്നാൽ സഹിക്കാൻ പറ്റും, ദാരിദ്ര്യം വന്നാൽ സഹിക്കാൻ പറ്റും, പരീക്ഷണങ്ങൾ വന്നാൽ സഹിക്കാൻ പറ്റും. ഈമാൻ വേണം, മനസ്സിലായി? ഈമാൻ വേണം. നമ്മളെ കുട്ടികൾക്കൊക്കെ മാർക്ക് കുറഞ്ഞാൽ ഭയങ്കര നിരാശയാണ് അല്ലേ? അധ്വാനിക്കായിട്ട് നിരാശയാണെങ്കിൽ ഓക്കെ, ഞാൻ അടുത്ത പരീക്ഷയ്ക്ക് നല്ല ഒരുങ്ങിക്കൊണ്ടി. നല്ലോണം പഠിച്ചിട്ടും ചില കുട്ടികൾക്ക് നിരാശ. നല്ലോണം പഠിച്ചൊരുങ്ങിയിട്ടും നമുക്ക് ചില സാഹചര്യങ്ങളിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? ഖദറുല്ലാഹ് വമാ ശാഅ ഫഅല, അള്ളാന്റെ വിധിയാണ്. എന്തെങ്കിലും ഒരു ഖൈർ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? ചെറുപ്പം മുതലേ എന്തെങ്കിലും എങ്ങനെ ആയത് വല്ലാത്തൊരു ദൗർഭാഗ്യമായി പോയി. അങ്ങനെ ആയാൽ മതിയായിരുന്നു, ഇങ്ങനെ ആയാൽ മതിയായിരുന്നു, അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. നമ്മൾ തന്നെ ഈ നെഗറ്റീവ് തോട്ട്സ് ആണ് അവർക്ക് കൊടുക്കുന്നത്. പിന്നെ എങ്ങനെ അവർ ഈമാൻ ഉണ്ടാവുക? നമ്മളെന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? അള്ളാഹു നിനക്ക് വല്ല ഖൈറും ഉദ്ദേശിച്ചിട്ടുണ്ടാവും, ഇതിനേക്കാൾ നല്ലത് പടച്ചോൻ നിനക്ക് വെച്ചിട്ടുണ്ടാവും. എന്നാലും നിനക്ക് എഴുതാൻ പറ്റിയല്ലോ, ഇത്ര വാങ്ങാൻ പറ്റിയല്ലോ, പെർഫോം ചെയ്യാൻ പറ്റിയല്ലോ, പാടാൻ പറ്റിയല്ലോ, പ്രസംഗിക്കാൻ പറ്റിയല്ലോ, ഓതാൻ പറ്റിയല്ലോ, ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലും പ്രസന്റ് ചെയ്യാൻ പറ്റിയല്ലോ. സേ അൽഹംദുലില്ലാഹ്. അതാണ് ഈമാൻ. കുടുംബത്തിന്റെ നെടുന്തൂണ് ഈമാനാ. ബാപ്പക്ക് വേണം, ഉമ്മക്ക് വേണം, മക്കൾക്ക് വേണം. അത് വളർത്തിയെടുക്കാൻ നമ്മൾ ബോധപൂർവ്വം ശ്രമിക്കണം. എന്താ ദീന്? അല്ലാഹിൽ തവക്കുലാക തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. അല്ലാഹുവിൽ തവക്കുലാക. ചോദിക്കണമെങ്കിൽ അള്ളാഹിനോട് ചോദിക്കുക, പ്രാർത്ഥിക്കണമെങ്കിൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. ഈ ഹൃദയത്തിനകത്ത് അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്കും അവരടിമകൾ എന്നുള്ള നിലക്ക്, പടപ്പുകൾ എന്നുള്ള നിലക്ക് അവർക്ക് ഉള്ളതായി കൈവിണ്ടെന്നല്ലാണ്ട് പടച്ചോന്റെ സ്ഥാനത്തേക്ക്, പടച്ചോനിൽ നമ്മൾ ആശ്രയിക്കുന്ന പോലെ ആശ്രയിക്കാൻ
പടച്ചോനെ വിശ്വസിക്കുന്ന പോലെ വിശ്വസിക്കാൻ ഒരാൾക്കും പറ്റൂല. അള്ളാന്റെ റസൂല് പോലും. ആരാ അള്ളാന്റെ റസൂല്? സുഹൃത്തുക്കളെ, ഒന്നും വേണ്ട, നിങ്ങൾക്ക് അറിയില്ലേ, മദീനത്തൊരു ജൂത സ്ത്രീ വിഷം കലർത്തിയ മാംസം വെച്ച് സൽക്കരിച്ചിട്ട് നബിക്ക് മനസ്സിലായില്ല, അള്ളാന്റെ റസൂല് മനസ്സിലായില്ലാന്ന്. ഈ കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി ജാറങ്ങളിലേക്ക് ആളുകൾ പോകണം. എന്തിനറിയോ? ആ ഖബറിൽ ഉള്ള മനുഷ്യൻ നമ്മുടെ ആവശ്യങ്ങൾ അറിയും, ചോദിച്ചാൽ കേൾക്കും, ഉത്തരം നൽകും, പടച്ചോനോട് നമുക്ക് വേണ്ടി ശുപാർശ പറയും. ഇതന്നെയല്ലേ മക്ക മുശ്രിക്കുകളും പറഞ്ഞ് അള്ളാഹിലേക്ക് അടുപ്പിക്കാനാ വിളിക്കുന്നത്, ശുപാർശകരായിട്ടാ വിളിക്കുന്നത്. പക്ഷെ അവർ ചോദിച്ചത് എന്താണ്? അള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യമാണ് അവർ ലാത്തയോടും മുസ്സയോടും ചോദിച്ചത്. ശിർക്കിലേക്ക് പോവാണ്. ഉമ്മത്ത് ശിർക്കിലേക്ക് പോകുമെന്ന് റസൂലുള്ള പ്രവചിച്ചിട്ടുണ്ട്. അത് പച്ചയായി നടക്കാണ്. മദീനയിലേക്ക് പോയിട്ട് ഉംറ ഗ്രൂപ്പിനെയും കൊണ്ട് മദീന പള്ളിയുടെ ഓരത്ത് നിന്നിട്ട് പ്രാർത്ഥിക്കാണ്. അങ്ങയോട് കരഞ്ഞു ചോദിച്ചാൽ അങ്ങ് പുറത്തു തരില്ലേ? ആര് പറഞ്ഞു പുറത്തു തരും? അല്ലാതെ ആരാണ് നിന്റെ പാപം പൊറുക്കാനുള്ളത്? ഖുർആനിലെ 6 ചില്ലാൻ ആയത്തില്ലേ? അല്ലാത്ത ആരോടെങ്കിലും വല്ലതും ചോദിക്കാൻ ആ 6000 ചില്ലാനം ആയത്തുകളിൽ എവിടെയെങ്കിലും പരാമർശം ഉണ്ടോ? അള്ളാന്റെ റസൂൽ മാതൃകയല്ലേ? നബി അള്ളഹാനോടല്ലാതെ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ടോ? ബദർ കഴിഞ്ഞിട്ടല്ലേ ഉഹുദ് കഴിഞ്ഞത്? ഉഹുദിൽ പ്രയാസമുണ്ടായില്ലേ? ബദരീങ്ങളെ വിളിച്ചോ, ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സഹായിക്കണേ, ഇടനേട്ടം നടത്തിയോ? ഇല്ലല്ലോ. അപ്പൊ എവിടുന്നാ അതിനൊക്കെ തെളിവ്? എവിടുന്നാ തെളിവ്? പഠിച്ചു നോക്കി. ഇതെടുക്കത്തറിയോ? ഷിയാക്കളിലേക്ക്. ഓലാണ് ഇസ്ലാമിന്റെ പേരില് ഖബർ കെട്ടിപ്പൊക്കലും ഖബർ പൂജയും ഖബറാളിയോട് ആരാധിക്കലും ജന്മദിനം ആഘോഷിക്കലും ഒക്കെ തുടങ്ങിയത് ഓല. ഇസ്ലാമിന് പാരമ്പര്യമില്ലാതെ മക്ക ഫത്ഹായപ്പോ റസൂലുള്ളാഹി അലി ഇബ്നു അബി ത്വാലിബിന്റെ കയ്യിൽ കുന്തം കൊടുത്തിട്ട് പറഞ്ഞു, ഒരു ചാണിന് മീതെയുള്ള മുഴുവൻ ഖബറുകളും തട്ടി നിരപ്പാക്കണം. മദീന പള്ളിയുടെ പിൻസൈഡിൽ ബഖീൽ ഉറക്കതുണ്ട്, ഒറ്റ ഖബറോട് കെട്ടിപ്പൊക്കിയില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ കെട്ടിപ്പൊക്കിയിട്ടില്ല. അവിടെ സന്ദർശിച്ച് സലാം പറഞ്ഞു പോകാന്നല്ലാതെ അവിടെ ആവശ്യങ്ങൾ പറയലില്ല, നബിയോട് പ്രാർത്ഥിക്കലില്ല. ലാ തജഅൽ ഖബരി വസന യുഅബദ്, എന്റെ ഖബറിനെ നിങ്ങൾ ആരാധനാ കേന്ദ്രമാക്കരുത്. അല്ലേ? ഉമർ ഭരിക്കുമ്പോ അബൂബക്കർ ഖബറിലാണ്, ഉസ്മാൻ ഭരിക്കുമ്പോ ഉമർ ഖബറിലാണ്. അവരാരും മഹാന്മാരല്ലേ? അല്ലേ? ഉമർ മഹാനല്ലേ? അബൂബക്കർ മഹാനല്ലേ? അവരാരും ഖബറിങ്ങ പോയിട്ട് ചോദിച്ചിട്ടില്ല. മുസ്ലിം ഉമ്മത്ത് ഖബറിങ്ങ പോയിട്ട് ചോദിക്കണ ചോദ്യം യൂട്യൂബിൽ സെർച്ച് ചെയ്ത ഇഷ്ടം പോലെ കിട്ടും. പടപ്പുകളെ പിടിച്ചിട്ട് പടച്ചവനാക്കിയിട്ട് വലിയ ബിസിനസ് നടത്തുന്ന ആൾക്കാര്, പട്ടിണി പാവങ്ങളെ സാധാരണക്കാരായ ആൾക്കാരെ അള്ളാഹുവിൽ നിന്ന് പടപ്പുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ഇവിടുത്തെ പണ്ഡിതന്മാർ. അതുകൊണ്ട് കുറ്റം പറയാണ് എന്നാ ചില ആൾക്കാർ പറയാം. കുറ്റം പറയല്ല സഹോദരന്മാരെ. നമ്മളെ ഖബറും നമ്മളെ പരലോകവും നമുക്ക് സേഫ് ആകണമെങ്കിൽ ഈ ഹൃദയത്തിനകത്ത് അള്ളയല്ലാത്ത ഒരാളുണ്ടാകാൻ പാടില്ല. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ എല്ലാവരും ഹൃദയം ഞാൻ കാണുന്ന മൊയ്തീൻ ശേഖറിനെ കുറിച്ചാണ് പറഞ്ഞുണ്ടാക്കിയത്. അല്ലേ? മാലയിലെ വരിയല്ലേ അത്? അല്ലേ? എന്ത് പ്രയാസമുണ്ടായാലും നീ വിളിച്ചോ, യാ അഹ്ല ബദരി ശുഹദാ, ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളെ ശുഹദാക്കളെ എന്ന് നീട്ടി വിളിച്ചോ. ഇതല്ലേ മാലയിലുള്ളത്? പണ്ഡിതന്മാർ പച്ചക്ക് പ്രസംഗിച്ചിട്ടില്ലേ? അള്ളാനെ മാത്രം ആരാധിക്കുക എന്നത് ഇബ്ലീസിന്റെ ആശയമാണെന്ന് പറഞ്ഞിട്ടില്ലേ? ശരിയായ ഇസ്ലാമിന്റെ ആശയത്തെ ഇബ്ലീസിന്റെ ആശയമാക്കി മാറ്റിയിട്ടില്ലേ? നോളജ് സിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ പ്രയാസമുണ്ടായപ്പോൾ ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു, സഹായം തേടി, ഇടതേട്ടം നടത്തി എന്ന് പറഞ്ഞത് സാക്ഷാൽ കാന്തപുരത്തിന്റെ മകൻ അസ്ഹരി അല്ലേ? എന്താ അത് കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ടത്? സ്ഥാപനം പടുത്തുയർത്തുമ്പോൾ പ്രയാസമുണ്ടായപ്പോൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന്. വിശുദ്ധ ഖുർആനിലോ പ്രവാചകന്റെ ഹദീസിലോ ബദരീങ്ങളെ വിളിച്ചൊരു പ്രാർത്ഥനയുണ്ടോ? ആർക്കും മനസ്സിലാവൂലേ ഇത്? ആർക്കും പരിശോധിച്ചുകൂടെ ഇത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും കുത്തകയാണോ? ഖുർആനിന്റെ പരിഭാഷ ധാരാളമുണ്ട്, പരിശോധിച്ച് നോക്കാലോ. എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. മാത്രമല്ല ഓലൊക്കെ മഹാന്മാരല്ലേ? ആണെങ്കിൽ അവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നാണോ?
ലോകത്തെ ഏറ്റവും വലിയ മഹാന്മാരാരാ? നബിമാരാണ്. ആ നബിമാർ വന്നത് എന്തിനാ? അള്ളാഹനെ ആരാധിക്കണം എന്ന് പറയാനാ. മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് അവരെ വിളിക്കാൻ അവർ പറഞ്ഞിട്ടില്ല. മുഅ്ജിസത്തും കറാമത്തും ഒക്കെ അള്ളാന്റെ കുദ്റത്താ തെളിയിക്കുന്നത്. അല്ലേ അല്ലേ? മൂസ വടിയിട്ട് പാമ്പായി, സാഹിരിങ്ങളുടെ കയറും വടിയൊക്കെ തിന്ന് തീർത്ത് തിരിച്ചു വന്നപ്പോ സാഹിറുകളെല്ലാം സുജൂദിൽ വീണിട്ട് പറഞ്ഞെന്താ? ആമന്നാ ബിറബ്ബി ഹാറൂന വ മൂസ. ഹാറൂന്റെയും മൂസന്റെയും പടച്ചോനെ, നിന്നിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു. മുഅ്ജിസത്ത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. അല്ലാതെ മുഅ്ജിസത്ത് ആരിലൂടെയാണോ പ്രകടിപ്പിച്ചത് ആ നബിയെ ആരാധിക്കാമെന്നല്ല അതിലുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കയറി വരുമ്പോ നാളത്തത് അറിയുന്ന ഒരു നബി ഞങ്ങളെ കൂട്ടത്തിലുണ്ട് പാട്ട് പാടിയപ്പോ റസൂൽ പറഞ്ഞു, ഇനി പാടരുത്. ക്രിസ്ത്യാനികൾ ഈസാ നബിയെ പുകഴ്ത്തി ദൈവമാക്കിയതുപോലെ നിങ്ങൾ എന്നെ ആക്കരുത്. ഇസ്ലാമിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ എഴുതി വെച്ചോളി. ഇസ്ലാം അത് പുൽകിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിൽ പടച്ച റബ്ബല്ലാത്ത മറ്റൊരാളും ഇല്ല. അതാണ് അവന്റെ ആരാധനകളും പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും എല്ലാം അവനിലാണ്. ഏത് വിപത്തിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടിലും എനിക്ക് എന്റെ പടച്ചോണ്ട് എന്നാണ്. അല്ലേ? ചെങ്കടലിന്റെ മുമ്പിൽ വെച്ചിട്ട് മൂസാ നബി എന്റെ കൂടെ എന്റെ പടച്ചോണ്ട്, ചരടുണ്ട് പേടിച്ചണ്ടെന്നല്ല. മൻ തഅല്ലഖ തമീമ ഫഖദ് അശ്റക. ചരട് കെട്ടിയവൻ മുശ്രിക്കായി പോയി. അല്ലാഹുവിന് പുറമെ മറ്റുള്ളവർക്ക് ബലിയർപ്പിച്ചാൽ മൻ ദബഹ ലിഗൈരില്ലാഹ് ഫഖദ് കഫറ ഔ അശ്റക, അവൻ കാഫിറായി അല്ലെങ്കിൽ അവൻ മുശ്രിക്കായി. എന്തേ? അതൊക്കെ വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യമാണ്. വിശ്വാസത്തിൽ ഒരു കളം കൊണ്ടാൻ പാടില്ല. കൃത്യമായ തൗഹീദ് അത് പുൽകിക്കൊണ്ടായിരിക്കണം സഹോദരന്മാരെ. കാരണം എല്ലാം നിയന്ത്രിക്കുന്ന, എല്ലാം അറിയുന്ന, എല്ലാറ്റിനും കഴിവുള്ളവനായ പടച്ചോ ഉണ്ടാവുമ്പോ പിന്നെ അതിന് പകരം വെക്കാൻ ആരാ സഹോദരന്മാരെവിടെ ഉള്ളത്? പടച്ചോന് പകരം വെക്കാൻ ആരവിടെ ഉള്ളത്? ഞാൻ ചോദിക്കുകയാണ്. രോഗമായി, മാനസികമായി, വെളിവില്ലാതെ, വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയാതെ തെരുവിലൂടെ നടന്ന ആൾക്കാർ മരിച്ചുമ്പോ പെട്ടെന്ന് പടച്ചോനാകുക അല്ലേ? എന്നിട്ട് ആകാശത്ത് ഫ്ലൈറ്റ് പ്രയാസത്തിലാവുമ്പോ അയാൾ വന്ന് ദിശ കാണിക്കുക. കടലില് കപ്പൽ നിൽക്കുമ്പോ അയാൾ വന്നിട്ട് കപ്പലിന്റെ എഞ്ചിൻ അടിക്കുക. യാത്രയിൽ പെട്രോൾ തീർന്നു പോകുമ്പോ അയാൾ വന്നിട്ട് പെട്രോൾ നിറച്ചു കൊടുക്കുക. അല്ലേ? മരിച്ചുപോയ ആളെ വരെ നീച്ചേ വിളിച്ച് നീപ്പിച്ചിട്ട് വീട്ടിൽ പറഞ്ഞേ ഇവിടെ എങ്ങനെ മരിച്ചെടുക്ക. ഇതൊക്കെ വെളിവുള്ള മനുഷ്യന്മാരോടാണോ ഈ പറയുന്നത്? ചിന്തയും വിവേകവും ബുദ്ധിയുമുള്ള, നന്നായി അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള മനുഷ്യന്മാര് എങ്ങനെ ഇതൊക്കെ വിശ്വസിക്കണത്? അതുകൊണ്ട് സുഹൃത്തുക്കളെ, കുറച്ചൊക്കെ അന്തമുള്ളവന്, ചിന്തയുള്ളവന്, ആലോചനയുള്ളവന്, പരലോക ബോധമുള്ളവന്, മരിച്ചാൽ എനിക്ക് സ്വർഗം വേണമെന്ന് വാശിയുള്ളവന് ഇത്തരം ശിർക്കൻ ആചാരങ്ങളിലേക്ക്, ഇത്തരം വിവരക്കേടുകളിലേക്ക്, ഇത്തരം വിടുവായിത്തരങ്ങളിലേക്ക്, ഇത്തരം മാർക്കറ്റിങ്ങിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട പുരോഹിത കൂട്ടങ്ങളുടെ ഇത്തരം ആശയങ്ങളിലേക്ക് പോകൂല. ഒരു ഉസ്താദും വരൂല നമ്മളെ സഹായിക്കാൻ. നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മളെ വിശ്വാസം നമ്മളെ മാത്രം അജണ്ടയാണ്. അതിലൊരു കളങ്കം ഉണ്ടാവാറ്, ഒരു ശിർക്കും ഉണ്ടാവാറ്. ചില ആൾക്കാർക്ക് ഇങ്ങനെയുണ്ട്, ഇത് വല്ല ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ വല്ലതും മറന്നു വെച്ച് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് നടക്കൂല തന്നെ. എന്നിട്ട് പ്രോപ്പറായിട്ട് ഇറങ്ങിപ്പോയതൊക്കെ നടന്നണോ? കന്നിമൂലയിൽ ടോയ്ലറ്റ് വെച്ചാൽ ആകെ പ്രശ്നമാണ്. എന്നിട്ട് ഈ പ്രളയം ഉണ്ടായപ്പോൾ കന്നിമൂലയിൽ ടോയ്ലറ്റ് മാറ്റിയ വീടൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കായിരുന്നു, ബാക്കി മാത്രം മുങ്ങി. ഇതൊക്കെ ആരുടെ വിശ്വാസമാണ് സഹോദരന്മാരെ? ഒരു മിങ്കിൾ സൊസൈറ്റിയിൽ ജീവിച്ചപ്പോ നമ്മള് മുസ്ലിങ്ങൾ അപ്പുറത്ത് നിന്ന് കടമെടുത്ത ഒരുപാട് ആചാരങ്ങളും വിശ്വാസങ്ങളും പൂജകളും ഒക്കെ ആയിട്ടാണ് ഇന്ന് ആൾക്കാർ നടക്കുന്നത്. വ്യാഴാഴ്ചയും ബുധനാഴ്ചയും തിങ്കളാഴ്ചയും പലയിടങ്ങളിലും പൂജയുടെ ദിവസമാണ്. എന്നിട്ട് ഓട്ടോ എടുത്ത് അങ്ങോട്ട് പോവാ, കിലോമീറ്റർക്ക് സഞ്ചരിക്കുക. എന്താ അവിടുത്തെ ഉസ്താദിന് സിദ്ധിയുണ്ട്. ഇവിടെ അല്ലേ ഒരു ജിന്നുമ്മ പണം ഇരട്ടിപ്പിച്ചു കൊടുത്ത ഒരാളെ, അല്ലേ, 500 ചില്ലാനൊറ്റ പവൻ സ്വർണം ഇരട്ടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു പൂജ ഉണ്ട്. അന്ന് വീട്ടിൽ ആരും ഉണ്ടാകാൻ പാടില്ല. ആ പൂജന് കഴിഞ്ഞോണ്ട് മൂപ്പരൻ പോയതാ. ആ പൂജ മൂപ്പരൻ കൊല്ലലായിരുന്നു.
നിങ്ങളൊന്ന് ആലോചിക്കുകയാണ് സഹോദരന്മാരെ, ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഇങ്ങനത്തെ ഒരു പാരമ്പര്യമുണ്ടോ? ഉണ്ടോ? ഈ വൃത്തികെട്ട ആചാരമുണ്ടോ? ഈ നിലവിളക്ക് കത്തിച്ചുകൊണ്ടുള്ള, ഇത്തരത്തിലുള്ള ഖബറിനെ കെട്ടിപ്പൊക്കിക്കൊണ്ടുള്ള, അവിടെ ഉത്സവങ്ങൾ നടത്തിയിട്ടുള്ള, ആനയെ എഴുന്നള്ളിച്ചിട്ടുള്ള, ആളുകളുടെ പോക്കറ്റ് പിടുങ്ങുന്ന ഇത്തരം ഒരു ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളും ഇസ്ലാമിനുണ്ടോ? ഇസ്ലാം സിമ്പിൾ അല്ലേ? ഒരു മരിച്ചാൽ എന്താ ചെലവ്? ഖബറുത്തണം, ഒരു കഫംപുടയും വാങ്ങണം, വേറെ നിലവാള്. പക്ഷെ ഒരു ആൾക്ക് മരിച്ചാൽ 1,00,000 റുപ്യ ഒന്നും ഉണ്ടായ പോരാ മൂപ്പരെ ചടങ്ങുകൾ തീർക്കണമെങ്കിൽ. 3, അതുപോലെ തന്നെ 40, അങ്ങനെ ഓരോ ദിവസങ്ങൾ. ഇതൊക്കെ ഏത് ഇസ്ലാമാണ്? അതുകൊണ്ട് കളങ്കമില്ലാത്ത ശരിയായ വിശ്വാസത്തിലേക്കും ശരിയായ ആചാരത്തിലേക്കും നമ്മൾ മടങ്ങിയാലേ സ്വർഗം കിട്ടുള്ളൂ. എന്തെങ്കിലും ചെയ്താൽ പോരാ, ഉള്ളത് ചെയ്യണം. ഉള്ളത് ചെയ്യണം. ഇസ്ലാമിൽ ഉള്ളത് ചെയ്യണം, ഇല്ലാത്ത അല്ല. എന്തിനാ നബി ഉമ്മത്ത് മുഹമ്മദിനെ ആട്ടി ഓടിക്കണ പരലോകത്തുനിന്ന്? ദൂരെ നിന്ന് കാണുമ്പോൾ അല്ലാഹുവേ എന്റെ ആളുകളാണ്, അവരെങ്ങോട്ട് വിടൂ, അവർക്ക് ഞാൻ ഹൗദുൽ കൗസറിൽ വെള്ളം കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ അല്ലാഹു മറയിടും. എന്നിട്ട് പറയും, പ്രവാചകരെ താങ്കൾക്കറിയില്ല, ഫഇന്നക ലാ തദ്രി മാ അഹ്ദസൂ ബഅദക്, താങ്കളുടെ കാലശേഷം എന്തൊക്കെയാണ് അവർ ദീനിൽ കടത്തിക്കൂട്ടിയതെന്ന് താങ്കൾക്ക് അറിയില്ല. 2 കാര്യമുണ്ട്. ഒന്ന്, വഫാത്തിന് ശേഷം നബി ഇവിടെ നടക്കണമെന്നും അറിയണില്ല, അതിനുള്ള തെളിവാണ് ഹദീസ്. 2, ദീനിലില്ലാത്ത കാര്യങ്ങൾ പുണ്യമല്ലേ എന്നും പറഞ്ഞ് ചെയ്തിട്ട് അവസാനം നബിന്റെ അടുത്ത് ചെല്ലുമ്പോ അല്ലേ, കൈപിടിക്കൂ കൈപിടിക്കൂ, കൈപിടിക്കല ആട്ടി ഓടിക്കും. സുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ബദ്ദല ബഅദി, എനിക്കു ശേഷം ഈ ദീനിനെ മാറ്റിമറിച്ചവരെ നിങ്ങൾക്ക് വിദൂരം. അപ്പോൾ ഈ ആഘോഷം ഇസ്ലാമാണോ? ഈ നോമ്പ് ഇസ്ലാമാണോ? ഈ ദിക്ർ ഇസ്ലാമിലുള്ളതാണോ? ഈ പിന്നെ നേർച്ചയും ഈ പൂരവും ഇസ്ലാമിലുള്ളതാണോ? ഖബറിൽ നടക്കുന്ന ഈ ആചാരങ്ങൾ ഇസ്ലാമിലുള്ളതാണോ? ആലോചിക്കണം. കുടിയിരിക്കുന്ന വേളയിലും കല്യാണ വേളയിലും യാത്ര പോകുന്ന വേളയിലും മരണവേളയിലും ഒക്കെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഇസ്ലാമിലുള്ളത് തന്നെയാണോ എന്ന് പരിശോധിച്ചിട്ട് ഉള്ളതേ ചെയ്യാവൂ, അതേ സ്വർഗത്തേക്ക് എത്തിക്കൊള്ളൂ. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് അള്ളാഹിനെ കണ്ടുമുട്ടിയാൽ മാഷാ അള്ളാഹ് സൂപ്പറാണല്ലോ, ഞാൻ പറഞ്ഞയച്ച നബിനേക്കാളും സൂപ്പറായിട്ടുണ്ട്. കാരണം നബിക്ക് പരിചയമില്ലാത്ത പോലും ചെയ്തിട്ട് മാഷാ അല്ലാഹ്, അങ്ങനല്ല. റദ്ദുൻ, നബി പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനിൽ ചെയ്താൽ അത് തള്ളും. എന്താ അങ്ങനെ? അതൊരു സുന്നത്താണ് അള്ളാന്റെ. അള്ളാഹ് നബിനെ പറഞ്ഞയച്ച എന്തിനാണ്? വിശ്വാസവും കർമ്മവും ആചാരവും കൃത്യമായിട്ട് പഠിപ്പിക്കാനാണ്. അതെല്ലാം പഠിപ്പിച്ചിട്ട് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുമ്പോൾ പറഞ്ഞു, സ്വർഗത്തേക്ക് നിങ്ങൾ എത്തിക്കണ മുഴുവൻ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്താനുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അതിലില്ലാത്തത് കയറല്? അതാ ഇമാം മാലിക് റഹ്മഹുല്ലാ നബിയുടെ ഖബർ ചൂണ്ടിയിട്ട് പറഞ്ഞത്, ആരുടെ വാക്കിലും തള്ളാനുള്ളതുണ്ട് കൊള്ളാനുള്ളതുണ്ട്, ഇല്ലാ സാഹിബ ഹാദൽ ഖബർ, ഈ ഖബറാളിയുടേതൊഴികെ. നബി പറഞ്ഞതെല്ലാം സ്വീകരിക്കാനുള്ളതാണ്, അതിലൊന്നും ഒഴിവാക്കാനില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് പഠിപ്പിച്ചത് എന്താണോ ദീന്, അത് മാത്രമാണ് ദീന്. മനസ്സിലായോ? മാത്രവുമല്ല, അള്ളാഹുവിന്റെ റസൂലിന് പരിചയമില്ലാത്ത നോമ്പ്, ദിക്ർ, സ്വലാത്ത്, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങൾ, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന എന്താണ്? ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല. നബി ഖുർആനും ഹദീസും സ്വർഗ്ഗത്തുക്കളും ഒക്കെ പഠിപ്പിച്ചെന്നു എന്ന് പറഞ്ഞിട്ട് ഫുള്ള് പഠിപ്പിച്ചു തരാതെ നബി വഞ്ചന കാണിക്കുകയായിരുന്നു. നഊദു ബില്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചന കാണിക്കോ? ഈ പുത്തനാശയങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ വാദിക്കുന്നത് യഥാർത്ഥത്തിൽ അതാണ്. നബിക്കും സ്വഹാബത്തിനൊക്കെ അത്രല്ലേ പറ്റുള്ളൂ, നമ്മൾ കുറച്ചും കൂടെ ഉണ്ടാക്കുക. നബി സ്നേഹത്തിന്റെ പേരിലാണ് ഇതെല്ലാം. അതുകൊണ്ട് നബിയെ സ്നേഹിക്കൽ പുണ്യമാണ്, നബിയുടെ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്നതെല്ലാം പുണ്യമാണ്. അങ്ങനല്ല, നബിനെ സ്നേഹിക്കൽ പുണ്യമാണ്, പക്ഷെ എങ്ങനെ സ്നേഹിക്കണമെന്ന് കൂടെ ഇസ്ലാമിലുണ്ട്.
ഒരു കാര്യം വേണമെന്ന് പറയാൻ മാത്രമല്ല അതെങ്ങനെ ചെയ്യണമെന്നുമുണ്ട്. എന്റെ ദിക്ർ നിലനിർത്താൻ, എന്നെ സ്മരിക്കാൻ നീ നോമ്പ് നോറ്റോ. ഒരാൾക്ക് കള്ളുടിച്ചുമ്പോൾ അള്ളാനെ ഓർമ്മ വരുന്നേ. അള്ളാഹുവേ, അള്ളാനെ ഓർക്കുക എന്നുള്ളത് പുണ്യമാണ്. അള്ളാനെ ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം ലഹരി ഉപയോഗിക്കുമ്പോൾ ഞാൻ ആ ദൈവീകമായ ആത്മീയ ലോകത്തേക്ക് പലായനം ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പലായനം ചെയ്യണം. അങ്ങോട്ട് പോര് കേട്ടോ. നബി സ്നേഹമുള്ളതാ. പക്ഷെ എങ്ങനെ സ്നേഹിക്കണമെന്നത് ജീവൻ കൊടുത്ത്, സ്വത്ത് കൊടുത്ത്, കുടുംബത്തെ കൊടുത്ത് കാണിച്ചു തന്ന ഒരു സഹാബി പറ്റമുണ്ട്. മനസ്സിലാണ്ടല്ല? അതുപോലെ ചെയ്യണം. അപ്പൊ ദീനിലുള്ളത് ചെയ്യാന്നുള്ളതാണ് സഹോദരന്മാരെ നമ്മൾ ചെയ്യേണ്ടത്. ഒരു ബിദ്അത്തിന്റെയും കേന്ദ്രമാകരുത്. സങ്കടം തോന്നും. പടച്ചോനൊരു വീടൊക്കെ തന്നിട്ട് ആ വീടിൽ ശിർക്കും, ആ വീട്ടിൽ ഖുറാഫാത്തും, ആ വീട്ടിൽ ബിദ്അത്തും, ഇസ്ലാമിലില്ലാത്ത ആചാരങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ എത്ര വലിയ ക്രൂരതയാണ് സഹോദരന്മാരെ ചെയ്യുന്നത്. ഇതൊക്കെ കുറ്റം പറയാണ്, അങ്ങോട്ട് കൂടെ തമ്മിത്തല്ലാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചിട്ട് ഒന്ന് പഠിക്കാൻ മനസ്സ് കാണിക്കാത്ത ആൾക്കാരുണ്ട്. ഇതൊന്ന് പഠിച്ചു നോക്കുക, ഒന്ന് പഠിച്ചു നോക്കുക. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ ട്രെയിനിൽ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സംസാരമാണ്. അതെന്താണ്? ഒരാൾ ഡയറ്റിങ്ങിന് പറ്റിയ എന്തോ ഒരു മെറ്റീരിയൽസ്, കുറേ ഫുഡ്സും കുറേ സാധനങ്ങളൊക്കെ ഉള്ളൊരു കമ്പനിയെ കുറിച്ച് പറയുന്നുണ്ട്. മറ്റേ ആൾ കയ്യിൽ ഫോൺ വെച്ചിട്ട് ഫോണിൽ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് അതിൽ നിന്നുള്ള നോളജുകൾ വെച്ചിട്ട് അയാൾ അങ്ങനെ വെട്ടാണ്. അതിൽ ഇന്ന കണ്ടന്റ് കൂടുതലാണ്, അത് ഇന്ന ഡാമേജ് ഉണ്ടാക്കും. പിന്നീട് ചർച്ച കുറച്ചു നേരം നിൽക്കും, പിന്നെ വീണ്ടും സെർച്ച് ചെയ്യും. എന്നിട്ട് അങ്ങനെ മറുപടികൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ നിൽക്കണം. ഒരു ഭൗതിക കാര്യം എത്ര സിസ്റ്റമാറ്റിക് ആയിട്ട്, എത്ര ഡെപ്ത് ആയിട്ട്, എത്ര പിന്നെ ഗവേഷണം നടത്തിയിട്ടാണ് ചർച്ച ചെയ്ത് തീരുമാനിക്കണത്. ഇവിടെ ഫുട്ബോൾ വന്നാൽ, രാഷ്ട്രീയം വന്നാൽ എന്തുമാതിരി ചർച്ച നടക്കുന്നുണ്ട് ഇവിടെ. ദീനിന്റെ കാര്യം പറയുമ്പോൾ മാത്രം അത് പുത്തൻവാദികളാണ്, ആ ചർച്ചയൊന്നും പോണ്ട, അങ്ങനത്തെ ക്ലാസ്സിന് തന്നെ പോകാൻ പാടില്ല. എന്താ അങ്ങനെയൊക്കെ പറയാൻ കാരണം? എന്താ നിങ്ങൾക്ക് ഒരു പേടി? ക്ലാസ് കേട്ടാൽ ആൾക്കാർ മാറുന്ന പേടിയുണ്ടോ? ആൾക്കാർ പഠിച്ചാൽ മാറുന്ന പേടിയുണ്ടോ? ആളുകൾ മലയാളത്തിൽ ഖുതുബ പറയുന്ന മിമ്പറിന് താഴെ പോയിരുന്നാല് ഖുതുബ തന്നെ ശരിയാകൂല, ജുമഅയും കിട്ടൂല എന്നാണ് പേരോട് പ്രസംഗിച്ചത്. കാരണം എന്താ അറിയോ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ശിങ്കിടികളെ ഏതെങ്കിലും ഒരു മലയാള ഖുതുബ നടക്കുന്ന പള്ളിയിൽ പോയിരുന്നിട്ട് ഒരു ഖുതുബ കേട്ടാൽ പിന്നെ മൂപ്പർ അങ്ങോട്ടേ പോവുള്ളൂ. അപ്പൊ അങ്ങോട്ട് പോകാതിരിക്കാനുള്ള എല്ലാ വർത്താനം പറയണം. അവർ ബിദ്അകളാണ്, അവരെ കണ്ട സലാം പറയാൻ പാടില്ല, മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല, അവർ പിന്നെ ഇമാമ് നിൽക്കാൻ പാടില്ല, അവരെ കാണുമ്പോ ഇങ്ങനെ അവർ തൊടാൻ പാടില്ലാത്ത ഒരു നജസായിട്ട് കാണുന്ന കോലത്തില്. എന്താ? അടുത്തു പോയാ കച്ചവടം കുറയുമെന്നറിയാം. അതുകൊണ്ട് പറയണം എന്താ? നിങ്ങള് ഇവിടുന്ന് ഗൾഫിലൊക്കെ പോകും ചില ആൾക്കാർ. പ്രവാസ ലോകത്ത് ഒരു ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ പോയി മുന്നോട്ട് പോകണ ഇടക്ക് തട്ടിത്തടഞ്ഞിട്ട് അവിടെ ഇസ്ലാഹി സെന്ററിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ക്ലാസ്സുകൾ കേൾക്കും. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുക, അത് ശരി. ഇപ്പൊ നമ്മള് മൊയ്ലന്മാർ ഇതുവരെ ഒരു ഭാഗം മറച്ചു വെച്ചിട്ട് സംസാരിച്ചിനി അല്ലേ? ഖുർആനും സുന്നത്തിനും ഇത് തെളിവില്ലല്ലേ? ഈ നോമ്പിന്, ഈ മിഅറാജ് നോമ്പ് അള്ളാന്റെ റസൂല് നോറ്റിട്ടില്ലല്ലേ? അവർ അപ്പോഴാ മനസ്സിലാക്കുന്നത്. അന്തരേക്ക് അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, വഹൈ എന്താണോ അത് പഠിക്കണം. ഒരാളെ വാക്കും നോക്കണ്ട. അള്ള പറഞ്ഞു, റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞത് മാത്രമേ നമ്മൾ സ്വീകരിക്കേണ്ടതുള്ളൂ. ഓരോരുത്തർക്ക് തോന്നുമ്പോൾ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണീന് ഇതാണ് ദീന് എന്ന് പറയാൻ നമുക്കാവില്ല. പ്രമാണമാണ് ദീന്, ഖുർആനും സുന്നത്തുമാണ് ദീന്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിനെ ശരിക്കും പ്രാക്ടീസ് ചെയ്ത സ്വഹാബത്ത്, അവരിലാണ് ദീനുള്ളത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ശിർക്കിൽ നിന്ന് മുക്തമാക്കുക, അന്ധവിശ്വാസത്തിൽ മുക്തമാക്കുക. ശരിക്കും നമ്മുടെ ഈമാനോട് ഉറപ്പിക്കുക. അള്ളണ്ട് നമുക്ക് എല്ലാറ്റിനും, എന്ത് വന്നാലും വേണ്ടില്ല, പടച്ചോണ്ട്. ആ ഒരു ധൈര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകുക. ആ ധൈര്യം നമ്മുടെ മക്കൾക്കും പകരുക. അള്ളാഹുവിന്റെ റസൂലിന് പരിചയമില്ലാത്ത എല്ലാ ആഘോഷങ്ങളും ആചാരങ്ങളും ആരാധന മാറ്റിവെച്ചിട്ട് ഉള്ളത് ചെയ്യുക. അങ്ങനെ ഒന്നുണ്ട് കേട്ടോ. ഏത് ബിദ്അത്തിനെതിരെ ഇങ്ങനെ സംസാരിക്കും, പക്ഷെ സുന്നത്ത് പാലിക്കൂല. ഇല്ല എന്ന് പറയുമ്പോ ഇല്ലാത്തത് ഒഴിവാക്കിയാൽ മാത്രം പോരാ, ഉണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. വീട് ഖിബിലയാക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വീട്ടിൽ നിസ്കാരം വേണം, ഖുർആൻ പാരായണം വേണം, ദിക്റുകൾ വേണം, നല്ല നല്ല ക്ലാസ്സുകള്, ഖിറാഅത്തുകള്,
വീട്ടിൽ നിന്ന് മുഴങ്ങി കേൾക്കണം, നല്ല വീട്ടിൽ സമാധാനം ഉണ്ടാവുള്ളൂ. ആൾക്കാർ ഒരു സമാധാനമല്ല, സ്വസ്ഥതയല്ല, വീടായ ഒരു സമാധാനം ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു, ഒരു സമാധാനമില്ല എന്ന് പറയും. എന്താ സമാധാനം ഇല്ലാത്ത? അവിടെ ദിക്റില്ല. ബിസ്മി ചൊല്ലി കയറണം, എന്നാലേ ശൈത്താൻ ഔട്ടാവുള്ളൂ. ബിസ്മി ചൊല്ലി കയറൂല. വീട്ടുകാരോട് സലാം പറയണം, നാട്ടുകാരോടൊക്കെ സലാം പറയും, വീട്ടുകാരോട് സലാം പറയില്ല അല്ലേ? ഖുർആൻ ഓതുന്നില്ല, എല്ലാവരും ഫോണിലാ. പണിയൊക്കെ കഴിഞ്ഞ് കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് എന്താ പണി? ഫോൺ എടുക്കുക, റീൽസ് നോക്കുക, ഷോർട്സ് നോക്കുക, സ്റ്റാറ്റസ് നോക്കുക. കുട്ടികൾ ഫോൺ എടുത്താൽ പാടില്ല, മെമ്മറി ലോസ്, കണ്ണിന് പ്രശ്നം അല്ലേ? ഒരുപാട് എന്തൊക്കെ നിയമങ്ങളാണ് ഒക്കെ പഠിച്ചു പാപ്പാ. എന്നാ ഞമ്മളോ എല്ലാവർക്കും ഇതന്നെ പരിപാടി. മൂപ്പര് ഫുൾ ടൈം ഫോണിലാണ്. മൂപ്പരോട് ചോദിച്ചാൽ ബിസിനസ്. എന്നാ പൈസ വയ്ക്കുമ്പോഴോ പൈസ അല്ല അറിയാം. ഫോണിൽ നോക്കുമ്പോൾ ഫുൾ ടൈം ബിസിനസ്. എന്നാ പൈസ വയ്ക്കുമ്പോൾ പൈസ ഇല്ല അല്ലേ? ഓളോട് ചോദിക്കുമ്പോൾ ഓളെന്താ പറയാ? ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട്, പഠിക്കാണ്ട്, അതുണ്ട്, ഇതുണ്ട് അല്ലേ? എന്നാ അവരെ കാര്യങ്ങളോ, കുട്ടികളുടെ കാര്യം നോക്കുകയാണ്, പഠിക്കാനുള്ളത് നോക്കുകയാണ് എന്നൊക്കെ പറയും. അത് നടക്കണ്ടോ? ഓ ഇല്ല. അപ്പൊ എന്താ നോക്കണേ? ഒരു യൂസും ഇല്ലാത്ത സാധനങ്ങളാണ് നോക്കണേ. ആരൊക്കെയോ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തിടുന്ന സാധനങ്ങളാണ് നോക്കണേ. ഇന്നലെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പോരുമ്പോൾ ആ വീട്ടിലത്തെ കുട്ടിയല്ല, ആ റിലേറ്റീവാണ്, ഓ ഗെയിം കളിക്കാം. അപ്പം ഞാൻ ചോദിച്ചു എന്തെനിക്ക് പണി ചോദിച്ചു? ഗെയിം കളിക്കാണ്. എന്ത് ഗെയിമാണ് കളിക്കണേ? വെടിച്ച് കളിക്കാണ്. വെടിച്ച് കളിച്ചാൽ എനിക്ക് എന്താ കിട്ടുക ചോദിച്ചു. അപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ട് എനിക്കിപ്പോൾ എന്താ കിട്ടുക? എനിക്കൊരു കളിക്കണൊരു ഇതിട്ടും എന്താ പറയുക, അല്ല ഒന്നും കിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് സന്തോഷം കിട്ടുന്ന എത്ര ഉപകാരപ്രദമായ കാര്യങ്ങളുണ്ട്, അതിനു വേണ്ടി നിന്റെ ഈ സമയം നിനക്ക് ഇൻവെസ്റ്റ് ചെയ്തൂടെ? ടൈം എന്ന് പറഞ്ഞാൽ പണത്തെക്കാളും വാല്യബിൾ ആണ്. എന്നിട്ട് ഈ കണ്ട ഗെയിമും കളിച്ചിരുന്നിട്ട് എന്ത് യൂസാ ഉള്ളത്? എന്തുപകാരമുള്ളത്? കുറെ ആൾക്കാരെ വെടിവെച്ച് കൊന്നിട്ട് എന്തുപകാരമുള്ളത്? കുറെ ആൾക്കാർ കളിച്ചത് റെക്കോർഡ് ചെയ്തിട്ട് അവർ യൂട്യൂബിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ചില കുട്ടികൾക്ക് പണി അത് കണ്ടിരിക്കല. അത് കണ്ടിട്ട് എന്താ കാര്യമുള്ളത്? ഒരു യൂസും ഇല്ലാത്ത സാധനത്തിനാണ് ഈ ഡിവൈസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കൊന്നും ഓർമ്മയില്ലല്ലോ അല്ലേ? എല്ലാവരും എന്തോ ഒരു അങ്കലാപ്പിലാണ്, ഒക്കെ ടെൻഷനാണ്, ആ കൂടെ പെരുപ്പാണ്. ഫുൾ ടൈം ഇതിമലല്ലേ? കണ്ണ് പ്രശ്നമാണ് അല്ലേ? പഠനം പ്രശ്നമാണ്. പിന്നെ ഫോക്കസ് കിട്ടണില്ല, അറ്റൻഷൻ സ്പാന് കുറയാണ്. കുറച്ചു നേരം 40 മിനിറ്റ് പീരീഡ് ക്ലാസ്സിൽ അറ്റൻഷൻ കിട്ടുന്നില്ല, ചടപ്പാകുക, മടുപ്പാകുക, പഠനം നിർത്താൻ തോന്നുക. എന്നിട്ടോ റൂം അടച്ചിരുന്ന് ഫോൺ ഇങ്ങനെ തോണ്ടിരിക്കുക. സുഹൃത്തുക്കളെ, വീട്ടിൽ സിനിമയല്ല, റീൽസ് അല്ല, ഷോർട്സ് അല്ല, മ്യൂസിക് അല്ല, ഖുർആൻ മുഴങ്ങി കേൾക്കട്ടെ, ഖുർആൻ ഓതട്ടെ. മാരിബായ എമ്മയും ബാപ്പിയും ഖുർആൻ ഓതി നോക്കിയാണ് മക്കൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്തൊന്ന് ഓതും. അതിൻ്റെ ഒരു അലൈൻമെന്റ് ആണ്. ദേ വിൽ ഫോളോ യു, ദേ വിൽ ഇമിറ്റേറ്റ് യു. നമ്മൾ എന്താണോ ചെയ്യുക അതുപോലെ അവർ ചെയ്യും. നമ്മൾ പഠിക്കുന്നെങ്കിൽ അവർ പഠിക്കും, നമ്മൾ ഓതുന്നെങ്കിൽ അവർ ഓതും, നമ്മൾ നിസ്കരിക്കണമെങ്കിൽ അവർ നിസ്കരിക്കും, നമ്മൾ നല്ല ചേർക്ക് സംസാരിക്കുന്നെങ്കിൽ അവർ നല്ല രീതിക്ക് അവർ സംസാരിക്കും, നമ്മൾ സത്യം പറയുന്നെങ്കിൽ അവർ സത്യം പറയും, നമ്മൾ വിശുദ്ധി കാക്കുന്നെങ്കിൽ അവർ വിശുദ്ധി കാക്കും. അതങ്ങനെ ഒരു അലൈൻമെന്റ് ആണ്. പഠിച്ചോ, അങ്ങനെ അലൈൻമെന്റ് വെച്ചിട്ടുണ്ട്. മനസ്സിലായിട്ടോ? അതുകൊണ്ട് വീടുകളിൽ ആരാധന നടക്കട്ടെ.